അകത്തേക്ക് വരൂ അച്ഛമ്മ. അമ്മേ, അപ്പച്ചി വരൂ, ഇവിടെ ഇരിക്കാം. രാമ, താനും വാ. ദിശ എല്ലാവരെയും സ്വീകരിച്ചു. ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? നിന്നെ കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരണമായിരിക്കും. അല്ല, നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? അല്ല, സച്ചു എവിടെ? അവനെയും കാണുന്നില്ലല്ലോ. രേണു ദിശയോട് കടുത്ത ഭാഷയിൽ സംസാരിച്ചു. അത് കേട്ടപ്പോൾ ദിശയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി. കണ്ടോ, അവൾക്കൊന്നിനും മറുപടിയില്ല. രേണു പിന്നെയും ദിശയെ കുറ്റപ്പെടുത്തി. അന്നേരം രുക്മിണി കൈ ഉയർത്തി ദിശയെ തടഞ്ഞു. സോറി അച്ഛമ്മ, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. സച്ചുവേട്ടൻ കുളിക്കുക, അതാ ഞാൻ. ദിശയുടെ വാക്കുകൾ മുറിഞ്ഞു വന്നു. അതൊന്നും കുഴപ്പമില്ല കുട്ടി, അവിടെ ദിയമോളുണ്ടായിരുന്നല്ലോ, പിന്നെ മോളുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും അവരൊക്കെ ഉണ്ടല്ലോ. പിറന്നാളുകാരിയെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ചു എന്നേ ഉള്ളൂ. രുക്മിണി ദിശയെ ആശ്വസിപ്പിച്ചു. ഈ അമ്മ നന്മമരം കളിച്ച് മനുഷ്യന്റെ വില കളയും. രേണു പിറുപിറുത്തു. ആഹാ, ഇതാണ് മോളുടെ ഡ്രസ്സ്, നന്നായിട്ടുണ്ട്, മോൾക്ക് നന്നായി ചേരുന്നുണ്ട്, സുജാതയാണ് പറഞ്ഞത്. ആ അമ്മേ, ഇത് സച്ചുവേട്ടൻ വാങ്ങിച്ചു തന്നതാ. സച്ചുവേട്ടൻ്റെ തന്നെയാ സെലക്ഷൻ. ആണോ? അപ്പോൾ എൻ്റെ മോന് പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ അറിയും, സുജാത ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ചോദിക്കേട്ടത്തി, ഇന്നേ വരെ ഏട്ടത്തിക്ക് ഒരു മുട്ടുസൂചി വരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ഭാര്യയ്ക്ക് നോക്കിക്കേ, എന്ത് നല്ല ഡ്രസ്സാണ് വാങ്ങിച്ചു കൊടുത്തേ. ഇതാണ് പറയുന്നത് പെണ്ണ് കെട്ടിയ കണ്ണ് പൊട്ടിയെന്ന്. പാവ ഏട്ടത്തി. രേണു, നിനക്കിത് എന്തിൻ്റെ കേടാ? ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. എൻ്റെ മോന് കുടുംബകാര്യത്തിൽ ഉത്തരവാദിത്തം വന്നല്ലോ എന്ന സന്തോഷത്തിൽ പറഞ്ഞതാ. അല്ലാതെ എനിക്ക് അവനൊന്നും വാങ്ങിച്ചു തന്നില്ല എന്ന പരാതിയൊന്നും പറഞ്ഞതല്ല. എൻ്റെ മക്കൾ രണ്ടുപേരും അമ്മ എന്ന രീതിയിൽ എനിക്ക് വേണ്ടുവോളം സ്നേഹവും ബഹുമാനവും തരുന്നുണ്ട്. മക്കളുടെ ഉത്തരവാദിത്തവും കടമയും അവർ നല്ല പോലെ നിർവഹിക്കുന്നുണ്ട്. ഏട്ടത്തി ഇങ്ങനെ തത്വം പറഞ്ഞ് നടന്നു. അവസാനം ചേച്ചിയും അനിയത്തിയും മക്കളെ നിങ്ങളിൽ നിന്ന് മുഴുവനായും അടർത്തിക്കൊണ്ട് പോകുമ്പോൾ പഠിച്ചോളും. ഇപ്പം തന്നെ കണ്ടില്ലേ, രണ്ടും ഭാര്യ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. എല്ലാം ഇവളുമാരുടെ മിടുക്ക. രേണു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വേണ്ട അച്ഛമ്മേ, അപ്പച്ചി പറഞ്ഞോട്ടെ. അപ്പച്ചിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യ. പക്ഷേ എനിക്ക് അപ്പച്ചിയോട് ഒരു ദേഷ്യവും ഇല്ല. എനിക്കറിയാം അപ്പച്ചി ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല ഈ പറയുന്നതൊക്കെയൊന്ന്. അപ്പച്ചിയുടെ ഉള്ളിൽ ശുദ്ധ. ആ മുഖം കണ്ടാൽ അറിയില്ലേ, ഈ അപ്പച്ചിയെ പോലൊരു അപ്പച്ചി ഉണ്ടെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമല്ലേ. അപ്പച്ചിയുടെ ആ സൗന്ദര്യം, ഡ്രസ്സിങ് സെൻസ്, ഇതൊക്കെ കാണുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഭർത്താവിൻ്റെ പെങ്ങളാണോന്ന്. ഞാനൊട്ടും തിരുത്താറില്ല. അപ്പച്ചിയെ കാണാൻ അത്രയ്ക്ക് എങ്ങാണെന്ന്. ചില പ്രത്യേക ആംഗിളിൽ നിന്ന് നോക്കിയാലേ നദിയ മൊയ്തുവാണ് അത്ര. 18 വയസ്സുള്ള മകനുണ്ടെന്ന് പറയുമ്പോൾ പറയുക സന്തൂർമ്മയാണെന്ന്. ദിശ രേണുവിനങ്ങ് പൊക്കിയടിച്ചു വെച്ചതും രേണു അതങ്ങ് വിശ്വസിച്ചു. ആണല്ലോ ദിശ മോളെ. നദിയ മൊയ്തു, എന്നോട് ഇത് പലരും പറയാറുണ്ട്. ഞാനും ഏട്ടത്തി ഒരുമിച്ച് പോകുമ്പോൾ ഏട്ടത്തിയുടെ മോളാണോ എന്ന് വരെ പലരും ചോദിക്കും. അല്ലേ ഏട്ടത്തി? പിന്നെ ചോദിക്കും. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴേ കൊച്ചു മോളുടെ മോളാണോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുമെന്നെ രുക്മിണി പരിഹാസ രൂപേണ രേണുവിനെ ശാസിച്ചു. ഈ അമ്മ ഇങ്ങനെയാ, എന്നെ കൊച്ചാക്കാൻ കിട്ടുന്ന അവസരം നോക്കിയിരിക്കുക. രേണു പിറുപിറുത്തു. സുജാതെ, നീ ആ ബോക്സിങ് എടുത്തേ. രുക്മിണിയുടെ നിർദ്ദേശപ്രകാരം സുജാത തൻ്റെ ബാഗിൽ നിന്ന് ഒരു പെട്ടിയെടുത്ത് രുക്മിണിയെ ഏൽപ്പിച്ചു. അതൊരു പഴയ ജ്വല്ലറി ബോക്സ് ആയിരുന്നു. ആ ബോക്സ് കണ്ടതും രേണുവിൻ്റെ മുഖം ചുളുങ്ങി. രുക്മിണി പെട്ടി തുറന്നു. അതിൽ നിന്ന് ഒരു നെക്ലേസ് എടുത്ത് ദിശയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. ഇത് അച്ഛമ്മയുടെ ചെറിയൊരു സമ്മാനം. സച്ചുവിൻ്റെ മുത്തശ്ശൻ എനിക്ക് പിറന്നാളിന് സമ്മാനിച്ചതാ. അദ്ദേഹം പോയത് പിന്നെ ഞാൻ ഇതൊന്നും അണിയാറേയില്ല. ഇനി ഇത് മോളുടെ കഴുത്തിൽ കിടക്കട്ടെ. അയ്യോ അച്ഛമ്മ, ഇതൊന്നും വേണ്ടായിരുന്നു. അച്ഛമ്മ ഇവിടം വരെ വന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. മോളെ, അച്ഛമ്മ സ്നേഹത്തോടെ തരുന്നതല്ലേ, നിരസിക്കണ്ട. സുജാത അവളുടെ കവിളിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. ഈ രംഗം രേണുവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. ഞാൻ ഈ ഒരു മാലയ്ക്ക് വേണ്ടി അമ്മയുടെ മുന്നിൽ എത്ര തവണ ഇരന്നതാ. എന്നിട്ടിപ്പോ ഏതോ ഒരുത്തിക്ക് ഇഷ്ടദാനം നൽകിയിരിക്കുന്നു. ഞാനെന്താ ഇവരുടെ മകളല്ലേ? ഇങ്ങനെയുണ്ടോ തള്ളമാര് എന്ന് മനസ്സിൽ പറഞ്ഞു രേണു രുക്മിണിയെ കൂർപ്പിച്ചു നോക്കി. ദിശയെ അസൂയോടെ നോക്കി രേണു മുറി വിട്ടിറങ്ങി. സുജാതെ, നീ ആ പെട്ടി ദിശമോളുടെ കയ്യിൽ കൊടുത്തേക്ക്, രുക്മിണി പറഞ്ഞു. അയ്യോ അമ്മേ, ഈ ബോക്സിൽ ഇനി ഒരു മാല കൂടിയുണ്ടല്ലോ. അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു കാര്യം ചെയ്യ്, നീ ആ പെട്ടി മോക്ക് കൊടുത്തേക്ക്. ഈ മാല നീ ബാഗിലിട്ട് ദിശമോളുടെ കൈ കൊടുത്താൽ മതി. പോകുമ്പോൾ വാങ്ങിച്ചാൽ മതിയല്ലോ. സുജാത രുക്മിണി പറഞ്ഞത് പ്രകാരം പോലെ ചെയ്തു. രുക്മിണിയും സുജാതയും മുറിയിൽ നിന്നിറങ്ങി. അന്നേരം ദിശ സുജാത ഏൽപ്പിച്ച ബാഗ് തന്റെ വാർഡ്രോബിൽ വെച്ച് ലോക്ക് ചെയ്ത് അതിന്റെ കീ വാർഡ്രോബിന്റെ മേലെ വെച്ചു. ഇതൊക്കെയും സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു ശ്യാമ. അവളുടെ മനസ്സിൽ ചില പദ്ധതികൾ വിരിഞ്ഞു. അവൾ എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യവുമായി മുറി വിട്ടിറങ്ങി.
തൻ്റെ പ്രവർത്തികൾ ശ്യാമ വീക്ഷിക്കുന്നത് വാർഡ്രോബിൻ്റെ മിററിൽ കൂടി ദിശ ശ്രദ്ധിച്ചിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ശ്യാം അവിടെ ഇല്ലായിരുന്നു. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഇനാണ്. കീയുടെ സ്ഥാനം മാറ്റിയേക്കാം എന്നും മനസ്സിൽ കരുതി അവൾ വാർഡ്രോബിന് മേലെ ഏന്തി വലിഞ്ഞു കീ എടുക്കാൻ ശ്രമിച്ചു. അവൾക്ക് കീ കിട്ടിയതേ ഇല്ല. ചേടാ, ഇതെന്തും അറിമായും, ഇപ്പം ഞാനിവിടെ വെച്ചതല്ലേ എന്നും പറഞ്ഞു പിന്നെയും ഏന്തി വലിഞ്ഞു. അടുത്ത നിമിഷം അവൾ വായുവിൽ ഉയർന്നു പൊങ്ങിയതും ഇതാരാ എന്നെ എടുത്തു പൊക്കിയ എന്ന പോലെ തിരിഞ്ഞവൾ നോക്കി. ദേ DCP സാർ ചെറുചിരിയാലെ തന്നെ നോക്കി നിൽക്കുന്നു. ആൾ ഇപ്പോഴും റൊമാൻറ്റിക് മൂഡിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് കീയെടുത്ത് കൈ പിടിച്ചു താഴെ ഇറക്കാൻ പറഞ്ഞതും പുള്ളിക്കാരൻ അവളെയും കൊണ്ട് 2 റൗണ്ട് കറങ്ങി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. സച്ചുവേട്ട താഴെ ഇറക്ക്, ആരെങ്കിലും വരും. ഇല്ലെങ്കിലേ നിങ്ങളുടെ അപ്പച്ചി വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാ പോയത്. നിങ്ങളുടെ അപ്പച്ചി ആയിപ്പോയി, ഇല്ലേലേ ഞാൻ വിം കലക്കി കൊടുത്തേനെ. ഇതേ താഴെ ഇറക്കിക്കോ, ഇല്ലെങ്കിലേ കൂട്ടത്തിൽ നിങ്ങൾക്കും ഞാൻ കലക്കും. ദിഷയുടെ പറച്ചിൽ കേട്ട് അഗസ്ത്യ അവളെ താഴെ ഇറക്കി വല്ലാത്ത ഭാവത്തിൽ നോക്കി. അവൾ അന്നേരം അവനെ ശ്രദ്ധിക്കാതെ കീ ബെഡിനടിയിൽ വെച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അച്ചമ്മ സമ്മാനിച്ച മാലയുടെ ഭംഗി നോക്കി നിൽക്കുകയാണ്. അവനവളുടെ പിറകെ വന്ന് നിന്നു. അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു നിന്നു. കൂട്ടത്തിൽ അവൻ്റെ നോട്ടം കഴുത്തിലെ മാലയിലേക്ക് നീണ്ടു. താൻ വാങ്ങിച്ചു കൊടുത്ത ഫ്രോക്കും അച്ചമ്മയുടെ മാലയും തമ്മിലുള്ള കോമ്പിനേഷൻ അലവയും മത്തിക്കറിയും പോലെ ഉണ്ടെങ്കിലും അവളുടെ കഴുത്തിലേക്ക് അത് നന്നായി ചേരുന്നുണ്ട്. അവൻ ചിന്തിച്ചു. ഒന്ന് മാറിക്കെ, ഞാൻ ഈ മാലയിട്ട് അവളുമാരെ മുന്നിൽ ഷൈൻ ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞ് നടക്കാനിറങ്ങിയ പെണ്ണിൻ്റെ കയ്യിൽ അവനെ പിടി വീണു. എന്താ? അവൾ ചോദ്യഭാവത്തിൽ മൂളിയതും അവൻ തൻ്റെ കവിൾ അവൾക്ക് നേരെ നീട്ടി. ഈ ഉമ്മറിനെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞ് ഒറ്റയടിക്ക് 10 മകൾ വാരിക്കോരി നൽകി സ്കോർ 20-ൽ എത്തിച്ചു. ഈ കാഴ്ചകൾ മറഞ്ഞു നിന്ന് കാണുകയായിരുന്ന ശ്യാമയിൽ പകയെറിഞ്ഞു. ഞാൻ അനുഭവിക്കേണ്ടതൊക്കെയാ നീയും നിന്റെ ചേച്ചിയും അനുഭവിക്കുന്നത്. രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. ആദ്യം നീ ഇല്ലാതാവണം, എന്നിട്ട് നിന്റെ ചേച്ചി. അത് കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ച പോലെ അഖിലേട്ടൻ്റെ ഭാര്യയായി ഇന്ദ്രപ്രസ്ഥത്തിൽ കയറിക്കൂടി സ്വത്തുക്കളൊക്കെയും സ്വന്താക്കും എന്നും പറഞ്ഞവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. ദിശ മൂളിപ്പാട്ടും പാടി മാനസികയും മയൂരിയും അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് രേണു അപ്പച്ചി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ മോന്തയും വീർപ്പിച്ചുള്ള വരവ് കണ്ടാൽ തന്നെ അറിയാം കുറ്റം പറയാൻ വേണ്ടി മാത്രം വരുന്നതാണെന്ന്. എന്താ അപ്പച്ചി, വീടൊക്കെ ഇഷ്ടായോ? അപ്പച്ചി ആദ്യം വരുമ്പോഴുണ്ടായ വീടല്ല ഇപ്പോൾ ഇത്. കുറച്ച് ഇന്നോവേഷൻസ് ഒക്കെയും നടത്തിയിട്ടുണ്ട്. എല്ലാം എൻ്റെ അച്ഛൻ്റെ ക്യാഷാ. നിന്റെ അച്ഛൻ്റെ വീരസാഹസിക കഥ കേട്ടിരിക്കാനല്ല ഞാൻ വന്നത്. എൻ്റെ അമ്മ നിനക്ക് തന്ന നെക്ലേസ് അത് നീ അമ്മക്ക് തിരിച്ചു കൊടുക്കണം. എന്തിന്? ഞാൻ കൊടുക്കില്ല. ഇതെനിക്ക് അച്ഛമ്മ ഗിഫ്റ്റായി തന്നതാ. എടി, അത് ഞാൻ ഒരുപാട് മോഹിച്ചതാ. അതുമല്ല, അതെൻ്റെ അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതാ. അതെനിക്ക് അവകാശപ്പെട്ടതാണ്. അതൊക്കെ അങ്ങ് 1/2 മണിക്കൂർ മുൻപ്. നൗ ഐ ആം ദ ഓണർ. ഇനി ഇത് കിട്ടുമെന്ന് കരുതി അപ്പച്ചിയെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണമെന്നില്ല. അല്ല, ഈ നെക്ലേസിന് അപ്പച്ചി ഇത്രമാത്രം ആഗ്രഹിക്കുന്നെങ്കിൽ സംതിങ് ഫിഷി. ഇനിയിപ്പോൾ ഇതിനകത്ത് വല്ല വില കൂടിയ രത്നമോ മറ്റോ? പറ്റിയ നാളെ തന്നെ നല്ലൊരു ജ്വല്ലറി കാണിക്കണം. അതും പറഞ്ഞ് നടക്കാനിറങ്ങിയ ദിശയുടെ കയ്യിൽ രേണുവിൻ്റെ പിടി വീണു. നീ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ. അപ്പച്ചി കൈയ്യട്. ഇല്ലെങ്കിൽ അപ്പച്ചി ദുഃഖിക്കേണ്ടി വരും. ഭർത്താവിൻ്റെ അപ്പച്ചാണെന്ന ബഹുമാനത്തോടെ തന്നെയാണ് ഇത്രയും നേരം സംസാരിച്ചത്. ആ ബഹുമാനം അപ്പച്ചിയായിട്ട് തന്നെ ഇല്ലാതാക്കരുത്. നിന്റെ ബഹുമാനം ആർക്ക് വേണോടി എന്നും പറഞ്ഞ് ദിശയുടെ കൈ പിടിച്ചു ഞരിച്ചു. ഇത് പെണ്ണും പിള്ളേ, അതും പറഞ്ഞ ദിശ തൻ്റെ കൈ വലിച്ചെടുത്തു. നിങ്ങൾക്ക് ദിശ അറിയില്ല. മര്യാദയെങ്കിൽ മര്യാദ, മറിച്ചാണെങ്കിലേ നിങ്ങളെക്കാൾ തറയാ ഞാൻ. ഒരു നദിയാമതു. സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾക്കിട്ട പേരെന്താണെന്നറിയോ? ഇന്ദ്രപ്രസ്ഥത്തിലെ മനോരോഗി. ഒന്ന് പോ പെണ്ണും പിള്ളേ എന്നും പറഞ്ഞ് ദിശ മുന്നോട്ട് നടക്കവേ പിന്നിൽ നിന്നും ശ്യാം അവളുടെ കാലിൽ മനഃപൂർവ്വം ഇടിച്ച് അവളെ വീഴ്ത്താൻ നോക്കി. ദിശ നേരെ ചെന്ന് വീണത് ഒരു ട്രേയിൽ ജ്യൂസുമായി വരുന്ന അമ്മയുടെ മുന്നിലും. ഗ്ലാസ്സൊക്കെയും നിലത്തി വീണ് പൊട്ടി. എന്താ കുട്ടിയത്, ശ്രദ്ധിച്ച് നടക്കരുതോ? മുത്തശ്ശി അവളെ ശാസിച്ചു. ദിശയ്ക്ക് സങ്കടം തോന്നി. ദിശ തറയിൽ വീണ് കിടക്കുന്ന ചില്ല് കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാനൊരുങ്ങുവേ അമ്മ അവളെ ആശ്വസിപ്പിച്ചു. അവർ ചെയ്തോളാന്ന് പറഞ്ഞു. ശേഷം ദിശയോട് അപ്പച്ചിക്കും ശ്യാമയ്ക്കുള്ള ജ്യൂസ് എടുക്കാൻ പറഞ്ഞു. ഇപ്പം എടുക്കാമെന്നും പറഞ്ഞ് മനസ്സിൽ 1000 ലഡ്ഡു പൊട്ടിച്ചു കിച്ചണിലേക്ക് അവൾ നടന്നു. ഫ്രിഡ്ജിൽ നിന്നും ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിലൊഴിച്ചു. ശേഷം വീട്ടിലെ പട്ടിക്ക് വയറിൽ നിന്നും ശരിക്കും പോകാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്ന ടാബ്ലറ്റ് പൊട്ടിച്ചു കുറച്ച് വെള്ളത്തിൽ നന്നായി അലിച്ചു 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ നേരാണ് മാനസ ഓടി വരുന്നത്. സ്പെഷ്യൽ ജ്യൂസ് 2 ഗ്ലാസ് എക്സ്ട്രാ എടുത്തേക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ ആ പെണ്ണിനെയും കൂട്ടി ആ CI ആരും വന്നിട്ടുണ്ട്. എടി, അത് വേണോ? സച്ചുവേട്ടൻ അറിഞ്ഞ് എന്നെ ബാക്കി വെച്ചേക്കില്ല.
വേണം ഡി വേണം, എനിക്ക് പ്രതികാരം ചെയ്യണം. എനിക്ക് വേണ്ടി നീതി ചെയ്തേ പറ്റൂ. ഇനിയിപ്പോൾ പിടിക്കപ്പെട്ട ആരെങ്കിലും ഇതിനെപ്പറ്റി ചോദിച്ചാൽ നമ്മൾ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. മാനസ് അത് പറഞ്ഞത് ദിശ 4 ഗ്ലാസ് ജ്യൂസുമായി അകത്തേക്ക് നടന്നു. അപ്പച്ചിക്കും ഷാമിക്കും കൊടുത്ത് പുറത്തേക്ക് നടന്നു. അവിടെ ആര്യൻ അഗസ്ത്യവുമായി സംസാരിക്കുന്നുണ്ട്. കൂടെ അഞ്ജനയും ഉണ്ട്. നിനക്ക് വെച്ചിട്ടുണ്ടടി അവളുടെ ഒരു ബേബി എന്നും മനസ്സിൽ പറഞ്ഞ ദിശ അവരുടെ അരികിലേക്ക് നടന്നു. അന്നേരം അഖിൽ വിളിച്ച് അഗസ്ത്യ അവിടെ നിന്ന് പോയി. ദിശ ഇരുവർക്കും ജ്യൂസ് കൊടുത്തു. ഹായ് ബർത്ത്ഡേ ഗേൾ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആര്യൻ അവളെ വിഷ് ചെയ്ത് അവളുടെ കയ്യിലൊരു ഗിഫ്റ്റ് ബോക്സ് വെച്ച് കൊടുത്തു. താങ്ക് യു ആര്യൻ സർ. അത്രയും പറഞ്ഞ ദിശ അഞ്ജനയെ നോക്കി. അഞ്ജന ദിശയെ നോക്കി ചിരിച്ചുവെങ്കിലും തിരികെ തെളിച്ചമില്ലാത്ത പോലെ ദിശയും ചിരിച്ചു. ദിശ ഇത് എന്നും പറഞ്ഞ ആര്യൻ അഞ്ജനയെ പരിചയപ്പെടുത്താൻ ഒരുങ്ങവേ ദിശ ഇടയിൽ കയറി അറിയാം എന്ന് പറഞ്ഞു. രണ്ടുപേരും ജ്യൂസ് കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ട് ജ്യൂസ് കുടിക്കൂന്നേ എന്നും പറഞ്ഞ് ദിശ അവരെ നിർബന്ധിച്ചു. എന്നാലും ആര്യൻ സാറിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. കോളേജിലെ ക്യാൻറ്റീനിലിരുന്ന് ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി മാനസിയെ നോക്കുന്നതാണെന്ന്. ഞങ്ങൾ അവൾക്ക് ആശ കൊടുത്തത്. പാവം, ആന കൊടുത്താലും ആശ കൊടുക്കാൻ പാടില്ലായിരുന്നു. എങ്കിൽ പിന്നെ അവൾ പ്രപ്പോസ് ചെയ്തപ്പോൾ സാറിന് പറയായിരുന്നു ഈ കുട്ടിയുമായി കമ്മിറ്റഡ് ആണെന്ന്. വീണ്ടും ആശ കൊടുത്തില്ലേ. പാവം, അവൾക്കേ ഒരുപാട് സങ്കടമായി. ഇനി ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ ഒട്ടും ചേർച്ചയില്ല. രണ്ടുപേരെയും നോക്കി ദിശ എടുത്തടിച്ചതുപോലെ പറഞ്ഞതും ഇത് കേട്ട് ആര്യൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പിന്നീട് അഞ്ജനയും. രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ചിരിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ ദിശ എങ്ങനെ ചിരിക്കാതിരിക്കും? ഞങ്ങളെ രണ്ടുപേരെയും ഒന്ന് ശരിക്കും നോക്കിക്കേ. കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ദേ ആര്യൻ സാറേ, സാറ് പപ്പ് കളിക്കാതെ കാര്യം പറ. എൻ്റെ ദിശ, ഇവളെൻ്റെ ഫിയാൻസിയൊന്നും അല്ല, എൻ്റെ ഒരേ ഒരു അനിയത്തിയാ. അപ്പം അവള് നേരത്തെ അമാൾ ബേബി, ദിശ സംശയത്തോടെ പറഞ്ഞു. ദിശ, അത് പിന്നെ ഏട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ആക്ട് ചെയ്തതാ, അഞ്ജന പറഞ്ഞു. ഷോ, എന്നാലും ഇത്രയ്ക്കും വേണ്ടായിരുന്നു. അവൾ വന്നപ്പോൾ തൊട്ട് ഒരിറ്റു വെള്ളം പോലും ഇറക്കിയിട്ടില്ല. തൻ്റെ കൂട്ടുകാരി എന്തൊരു അലമ്പ് പാർട്ടിയാ, പാതിരാത്രിക്ക് പോലും മെസ്സേജ് അയച്ച് വെറുപ്പിക്കും, ആര്യം പറഞ്ഞു. ആണോ? എന്നാൽ ഉള്ളു ശുദ്ധ. ആ സ്നേഹം സ്വീകരിച്ചാൽ എന്താ? ദിശ കൂട്ടുകാരിയെ ന്യായീകരിച്ചു. പിന്നെ താനിതിപ്പം തന്നെ പറയാൻ നിൽക്കണ്ട, സമയമാവട്ടെ, നമുക്ക് നോക്കാം. ഷോ, ആ സമയം എപ്പോൾ ആവും എന്തോ. എനിക്കാണെങ്കിലേ രഹസ്യം സൂക്ഷിച്ചുള്ള ശീലവും ഇല്ല എന്നും പറഞ്ഞ ദിശ രണ്ടിനെയും നോക്കവേ രണ്ടും ജ്യൂസ് കുടിക്കാൻ ഒരുങ്ങുന്നു. ദിശ രണ്ടിൻ്റെ കയ്യിൽ നിന്നും ജ്യൂസ് പിടിച്ചു വാങ്ങി ട്രേയിൽ തിരിച്ചു വെച്ചു. ഇതെന്താ ഇങ്ങനെ എന്ന പോലെ രണ്ടും ദിശയെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ഇവിടുത്തെ പട്ടിക്ക് വയറിളക്കാൻ ഡോക്ടർ കൊടുത്തതാ, അതിനു മുന്നേ പട്ടി ചത്തു. ഇന്നിപ്പോൾ ഒരാവശ്യം വന്നു, കൂട്ടത്തിൽ നിങ്ങൾക്ക് തരാൻ മാനസിയാ പറഞ്ഞത്. സോറി. ദിശ പറഞ്ഞു തീർന്നതും ആര്യൻ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അന്നേരമാണ് അഗസ്ത്യ അങ്ങോട്ട് വരുന്നതും ട്രേയിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നതും. അവനത് കുടിക്കാനൊരുങ്ങിയതും അവൾ തടഞ്ഞു. എങ്കിലും അവൻ കൂട്ടാക്കാതെ വന്നതും ദിശയത് തട്ടിയെറിഞ്ഞു. അഗസ്ത്യ അവളെ കോർപ്പിച്ചു നോക്കി. സാറ് നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, പട്ടിക്ക് വയറിളക്കാൻ കൊടുത്ത മരുന്നേ കളത്തിക്കൊണ്ടുവന്നതാ, എനിക്ക് തരാൻ. ആര്യൻ കഥകളൊക്കെ അങ്ങ് ചുരുക്കി പറഞ്ഞു. ആര്യൻ പറഞ്ഞത് കേട്ട് അഗസ്ത്യ അവളെ കോർപ്പിച്ചു നോക്കി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് എന്ന പോലെ അവൾ കണ്ണുകൾ കൊണ്ട് കെഞ്ചി. എന്നാൽ ഇത് നിന്റെ അച്ഛന് തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് മറ്റേ ഗ്ലാസ്സും എടുത്ത് അഗസ്ത്യ മുന്നോട്ട് നടന്നു. പിന്നാലെ ഓരോന്ന് പറഞ്ഞ് അവളും. സച്ചു ഏട്ടാ, പറയുന്നത് കേൾക്ക് പ്ലീസ്. നോ, നിന്റെ കുട്ടിക്കളിയെ ഇപ്പം ഇത്തിരി കൂടുന്നുണ്ട്. അത് നമുക്കൊരു കുട്ടിയാകുമ്പോൾ ശരിയായിക്കോളൂന്നേ. അതുവരെ ഞാൻ ആയുസോടെ ഉണ്ടാകുന്ന ആര് കണ്ടു? സച്ചു ഏട്ടാ, പൊടി പുല്ലേ. അവൻ മുന്നോട്ട് നടന്നു. പ്ലീസ് സച്ചു ഏട്ടാ, മറ്റന്നാൾ നടത്താനിരുന്ന നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് തന്നെ ആക്കിയാലോ? അത് കേട്ടതും അഗസ്ത്യ ഒന്ന് നിന്നു. എന്താ പറഞ്ഞത്? അത് പിന്നെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് സമ്മതാണെന്ന് ദിശ പെറുക്കി കൂട്ടി. ആർക്ക് സമ്മതാണെന്ന്? എനിക്ക് ഉറപ്പാണല്ലോ. മൂളിയാ പോരാ. ആണെന്ന്. എന്നാ ഒരു 5 ഉമ്മകൾ പോന്നാട്ടെ. ഷോ, ഇവിടെന്നോ? ഇപ്പം ഇവിടെ ആരുമില്ല, പെട്ടെന്ന് താ. അവൻ പറഞ്ഞത് കേട്ടതും ദിശ അടുത്ത 5 ഉമ്മയും നൽകി തിരിയവേ പിന്നിൽ നിൽക്കുന്നു ദേ അഖിൽ. എന്തുവാടെ ഇത്? അത് പിന്നെ അഖിയേട്ടാ, പൊടി. സച്ചുവേട്ടൻ്റെ കണ്ണിലെ ഇത്രയും വലിപ്പമുള്ള പൊടി. ഷോ, എവിടെ നിന്ന് പാറി വീണോ എന്തോ എന്നും പറഞ്ഞ് അവൾ മെല്ലെ സ്കൂട്ടായി. എടാ, ആ ലിപ്സ്റ്റിക്ക് തുടച്ച് കളഞ്ഞിട്ട് വാടാ, വന്നത് നീ എന്നേക്കാൾ പൈങ്കിലായല്ലോ എന്നും പറഞ്ഞ അഖിൽ അവൻ്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. കേക്ക് കട്ടിങ്ങും ഭക്ഷണമൊക്കെയും കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് അഖിൽ ദിയ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുന്നത്. അത് കേട്ടതും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി.
ഇപ്പം എങ്ങനെ ഇരിക്കണേ എന്ന പോലെ അഗസ്ത്യ ദിശയെ നോക്കി പുരികം പൊക്കിയപ്പോൾ അവൾ സന്തോഷം കൊണ്ട് അവൻ്റെ കവളിൽ ചുംബിച്ചു. ശ്യാമക്കും രേണുവിനും ആണെങ്കിൽ ഇത് കേട്ട് ദേഷ്യം ഇരച്ചു കയറി. ഇല്ലെങ്കിലേ ടോയ്ലറ്റിൽ പോയി രണ്ടും ഒരുമാതിരി ആയിട്ടുണ്ട്. എന്നാലും നേരത്തെ കരുതി വെച്ച പണി കൊടുക്കാതെ എങ്ങനെയായെന്ന പോലെ ശ്യാമ രേണുവിനെ തോണ്ടി. ഇത്രയും വലിയ സന്തോഷ വാർത്ത അറിഞ്ഞിട്ടെന്താ അമ്മ മൂത്ത പേരക്കുട്ടിയുടെ ഭാര്യയ്ക്ക് സമ്മാനമൊന്നും കൊടുക്കാത്തത്? അതോ അമ്മയും വേർതിരിവ് കാണിച്ചു തുടങ്ങിയോ? എല്ലാവർക്കും ഇപ്പോൾ ദിശയെ മതി. ദിയ മോൾക്ക് ഒരു വിലയുമില്ല. പാവം മോള്. രേണു അവസരം നല്ല പോലെ മുതലാക്കി. രേണുവിൻ്റെ പറച്ചിലിൽ പലരുടെയും മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മറഞ്ഞു. ദിശ തൻ്റെ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അത് കുഴപ്പമില്ല അപ്പച്ചി, എനിക്ക് സമ്മാനമൊന്നും വേണ്ട. എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാൾ അധികം ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ അനിയത്തിക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോഴാണ്. അതുമല്ല, എൻ്റെ അനിയത്തി എല്ലാവരും എന്നേക്കാൾ സ്നേഹിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. അതിനെയാണ് എൻ്റെ സന്തോഷവും. ദിയ പറഞ്ഞത് കേട്ടതും ദിശയുടെ കണ്ണ് നിറഞ്ഞു. അവൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അഗി, അപ്പച്ചി തേഞ്ഞു പോയല്ലോ. അഗസ്ത്യാണ് പറഞ്ഞത്. അപ്പച്ചി എവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ഇപ്പം ഇതാടെ അവസ്ഥ. പാവം അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി. അഖിൽ ചിരിയോട് അഗസ്ത്യക്ക് കേൾക്കാൻ പാകത്തി പറഞ്ഞു. ഇതാണ് തറവാട്ടി പിറന്ന പെൺപിള്ളേരുടെ ഗുണം. സുജാതെ, നിന്റെ ബാഗിങ് എടുക്ക്. ദിയ മോൾക്ക് സമ്മാനമില്ലെന്ന് ആര് പറഞ്ഞു? രുക്മണി പറഞ്ഞത് കേട്ട് സുജാത ദിശയോട് ബാഗ് കൊണ്ടുവരാൻ പറഞ്ഞു. ബാഗുമായി ദിശ വന്നതും ശ്യാമയുടെ മുഖം നിഗൂഢമായി തിളങ്ങി. ശ്യാമ രേണുവിനെ നോക്കി വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. തിരികെ രേണുവും. സുജാത ബാഗിൽ കയറ്റപ്പോൾ ബാഗിൽ നേരത്തെ വെച്ച സ്വർണമില്ല. സുജാത അത് പറഞ്ഞപ്പോൾ എല്ലാവരിലും പരിഭ്രാന്തി നിറഞ്ഞു. ദിശ തൻ്റെ മുറിയും വാർഡ്രോബും മുഴുവൻ പരതി. ഇവിടെ കൂടി നിന്നവർ ആരെങ്കിലും മോഷ്ടിച്ചു കാണും, അല്ലാതെ എവിടെ പോവാൻ? പിന്നെ രണ്ടെണ്ണം കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ഏത് നേരവും ആ മുറിയിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നു. മാനസിയും മയൂരിയും ഉദ്ദേശിച്ചായിരുന്നു രേണുവത് പറഞ്ഞത് എന്ന് മനസ്സിലായതും രണ്ടുപേരുടെയും മുഖം വാടി. അത് കണ്ടതും ദിശയ്ക്കും വിഷമായി. ദേ അപ്പച്ചി, എൻ്റെ കൂട്ടുകാരികളെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ, അവരെ ഇന്നോ ഇന്നലെ ഒന്നല്ല ഇങ്ങോട്ട് വരുന്നത്. രേണു പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ദിശ പറഞ്ഞു. അതിന് അന്നൊന്നും മോഷ്ടിക്കാനായി ഇവിടെ ഇതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. രേണു പുച്ഛിച്ചു. ദേ, നിങ്ങൾ അപമാനിക്കാൻ നോക്കുന്നത് എൻ്റെ കൂട്ടുകാരികളെയാണ്. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. പക്ഷെ അവരെ പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. കൂട്ടുകാരെ പറഞ്ഞപ്പോൾ ദിശക്ക് സഹിച്ചില്ല. പറഞ്ഞ നീ എന്തു ചെയ്യടി? അപ്പച്ചൊന്ന് പറഞ്ഞു നോക്ക്. തർക്കുത്തരം പറയുന്നത് കണ്ടില്ലേ, അഹങ്കാരി. അപ്പച്ചി, തർക്കുത്തരം കണ്ടുപിടിച്ചത് പറയാനുള്ളതാണ്, അല്ലാതെ ചില്ലിട്ട് വെക്കാനല്ല. മതി, നിർത്ത്. നിങ്ങളിങ്ങനെ ചുമ്മാ വഴക്കിടല്ലേ. അതിവിടെ തന്നെ കാണും, വേറെ എവിടെ പോവാൻ? രുക്മണി പറഞ്ഞു. ഇവിടെ തന്നെ കാണും, പക്ഷെ ആര് എവിടെ ഒളിപ്പിച്ചെന്ന് ആര് കണ്ടു? രണ്ടിൻ്റെയും ബാഗ് പരിശോധിച്ചാൽ മതി, അപ്പം സാധനം കിട്ടും. രേണു പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിൽ ആദ്യം പരിശോധിക്കേണ്ടതേ അപ്പച്ചിയുടെ ബാഗാണ്. ദിശയെ വിട്ടില്ല. ദിശ, വേണ്ട. അപ്പച്ചിയുടെ ഒരു ആഗ്രഹമല്ലേ, നമുക്കേ ഇവരുടെ ബാഗൊന്ന് പരിശോധിക്കാം. അഗസ്ത്യ പറഞ്ഞത് കേട്ടതും ദിശ അവനെ കടുപ്പിച്ച് നോക്കി. സച്ചുവേട്ടാ, നിങ്ങളൊക്കെ അപമാനിക്കാൻ നോക്കുന്നതേ എൻ്റെ ഫ്രണ്ട്സിനെയാണ്. ദിശ, ഇവിടെ ആരെയും അപമാനിക്കുന്നില്ല. നമുക്കറിയേണ്ടത് സത്യമാണ്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലെ എനിക്കെൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണം. അന്നേരം ദിശ ഒന്നും മിണ്ടാതെ നിന്നു. ഇവരുടെ ബാഗ് മാത്രമല്ല, ഇവിടെ കൂടി നിന്നവരുടെ ബാഗ് എല്ലാം എനിക്ക് പരിശോധിക്കണം എന്നും പറഞ്ഞ അഗസ്ത്യ ആര്യന് നിർദ്ദേശം കൊടുത്തു. ആര്യനും അഗസ്ത്യയും കൂടി മയൂരുടെയും മാനസയുടെയും അഞ്ജനയുടെയും ബാഗടക്കം അവിടെ മുഴുവൻ പരിശോധിച്ചു. ആ ബാഗിലൊന്നുമില്ലായിരുന്നു. ദിശ പുച്ഛത്തോടെ രേണുവിനൊന്ന് നോക്കി. അന്നേരം രേണു സാധനം എവിടെ എന്ന പോലെ ശ്യാമയെ നോക്കി. ശ്യാമയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അവൾ ദിശയുടെ വാർഡ്രോബ് തുറന്ന് ആ മാല മയൂരിയുടെ ബാഗിൽ ഇട്ടതാണ്. അതെവിടെ പോയി എന്ന പോലെ അവൾ ചിന്തിച്ചു. തൻ്റെ ബാഗ് എവിടെ? തൻ്റെ കയ്യിൽ നേരത്തെ ഒരു ബാഗ് ഉണ്ടായിരുന്നല്ലോ. അഗസ്ത്യയുടെ ചോദ്യം കേട്ട് ശ്യാമ രേണുവിനെ നോക്കി. സച്ചു, ഇതെൻ്റെ നാത്തൂനാ, അവൾക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താ അപ്പച്ചിയുടെ നാത്തൂന് ഒരു മാല കിട്ടിയാൽ പൊളിക്കുമോ? അഗസ്ത്യയുടെ പറച്ചിൽ കേട്ട് രേണു ദേഷ്യത്തോടെ അവനെ നോക്കി. ശ്യാമ തൻ്റെ ബാഗ് അഗസ്ത്യയെ ഏൽപ്പിച്ചു. അഗസ്ത്യ രേണുവിനോട് തൻ്റെ ബാഗ് പരിശോധിക്കാൻ പറഞ്ഞു. രേണു ധൈര്യത്തോടെ എല്ലാവരും കാണുകെ ശ്യാമയുടെ ബാഗിലെ സാധനങ്ങൾ പുറത്തിട്ടു. അതിൽ നിന്നും ആ മാല പുറത്തു വീണതും എല്ലാവരുടെയും മുഖത്ത് നടുക്കം. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ രേണു ശ്യാമയെ നോക്കി. അന്നേരം അഗസ്ത്യയുടെ മുഖത്ത് പുച്ഛച്ചിരി വിരിഞ്ഞു. നേരത്തെ ശ്യാമ ദിശയുടെ വാർഡ്രോബ് തുറന്ന് മാല എടുക്കുന്നതും അത് മറ്റൊരു ബാഗിൽ വെക്കുന്നതും അവൻ കണ്ടിരുന്നു. പിന്നീട് അവൻ തന്നെയാണ് അത് ശ്യാമയുടെ ബാഗിൽ ഇട്ടതും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. അഗസ്ത്യയുടെ ഉള്ളിൽ ചിരി വിരിഞ്ഞു. അപ്പോൾ രണ്ടാളും കൂടി മാല അടിച്ചെടുത്ത് ബാക്കിയുള്ളവരെ കൊടുക്കാൻ നോക്കിയതല്ലേ? ദിശ പറഞ്ഞത് കേട്ടതും രുക്മണി രേണുവിൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു. ശേഷം ശ്യാമയെ ദഹിപ്പിച്ചു നോക്കി. തൻ്റെ കൂട്ടുകാരികളോട് രേണു മാപ്പ് പറയണമെന്ന് ദിശ ആവശ്യപ്പെട്ടു. വേണ്ട തച്ചു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല.
എങ്കിലും എനിക്ക് ഇവരുടെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയണം എന്നും പറഞ്ഞ മാനസ രേണുവിൻ്റെ അരികിലേക്ക് നടന്നു. അതെ, കട്ടും മോഷ്ടിച്ചൊന്നുമല്ല ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഇതുവരെ വളർത്തിയത്. നല്ല അന്തസ്സോടെ തന്നെയാണ്. അങ്ങനെ സ്വർണമോ പണമോ കണ്ടാലൊന്നും ഞങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുമില്ല. ഞങ്ങൾ പണത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു പലതിനുമാണ്. ഇത്രയും പ്രായമായില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഈ കൂതറ സ്വഭാവം നിർത്തിക്കൂടെ? നിങ്ങൾ എഴുതി വെച്ചോ, ഒരു നാളെ ഇവൾ നിങ്ങളെ കുഴിയിൽ ചാടിക്കും. ശ്യാമയെ ചൂണ്ടി അത്രയും പറഞ്ഞ ദിശയോടും അവളുടെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു. മാനസി മയൂരിയും കൂട്ടി പുറത്തേക്ക് നടന്നു. അതിനിടയിൽ ആരിനെ ദഹിപ്പിച്ച് നോക്കാനും മറന്നില്ല. യാ മോനെ ചുമ്മാ സീൻ, ലവള് പുലിയാണ് കേട്ടാ. അഞ്ജന പറയുന്നത് കേട്ട് ആര്യന് ചിരി വന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവന് നടന്നു നീങ്ങിയിരുന്നു. മുത്തശ്ശി ദിശയ്ക്ക് ആ മാല സമ്മാനിച്ചു. ദിയക്ക് അത് സ്വീകരിക്കാനും നിരസിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അഗസ്ത്യയുടെ കൂടെ ദിശ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. ശ്യാമയെ രേണു അവിടുന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയതും ഒരു കേസിന്റെ ഭാഗമായി അഗസ്ത്യക്ക് സ്റ്റേഷനിലേക്ക് പോവേണ്ടി വന്നു. ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രി, ഞാൻ പെട്ടെന്ന് വരാം, താൻ നല്ല സുന്ദരി കുട്ടപ്പിയായി ഒരുങ്ങി നിൽക്ക്. പോവാന്നേരം അഗസ്ത്യ പറഞ്ഞത് ദിശയുടെ മനസ്സിൽ തെളിഞ്ഞു. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് എന്തായാലും മുടക്കിയേ പറ്റൂ. ഒട്ടും പ്രിപ്പയർഡ് അല്ല. അവൾ തൻ്റെ ഫോൺ എടുത്ത് കറക്കി. ഹലോ വിനു, ഇത് ഞാനാടാ ദിശ. ആ ദിശ, പറയടി, എന്തൊക്കെയുണ്ട് വിശേഷം? എടാ, നീ എനിക്കൊരു സഹായം ചെയ്യോ? യെസ് ഓഫ് കോഴ്സ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എടാ അതെ, എനിക്കൊരു കോൾ ചെയ്യണം, ബട്ട് അതിലെൻ്റെ ഒറിജിനൽ നമ്പറോ അത് ഞാനാണ് വിളിച്ചതെന്നോ ദൈവം തമ്പുരാന് പോലും അറിയാൻ പാടില്ല. ഡിസ്പ്ലേയിൽ ഒരു ഫേക്ക് നമ്പർ തെളിയണം. പിന്നീട് മഷിയിട്ട് നോക്കിയാൽ പോലും വിളിച്ചയാളുടെ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും അറിയാനും പാടില്ല. നീയൊന്ന് വെച്ചിട്ട് പോടി, ഞാനേ ഇമ്മാതിരി പണിയൊക്കെ നിർത്തി. എടാ അങ്ങനെ പറയല്ലടാ, ഇതെൻ്റെ ജീവിത പ്രശ്നമാണ്. എന്ത് ജീവിത പ്രശ്നം? നീ ഇപ്പം ആരെയോ വിളിച്ച് വധഭീഷണി മുഴക്കാൻ പോവല്ലേ? എന്നിട്ട് അവസാനം എല്ലാം കൂടി എൻ്റെ മണ്ടയിലോട്ട് വീഴും. നീ വെച്ചേ? അല്ല വേണ്ട, ഞാൻ വെക്കാം. എടാ വെക്കല്ലേ, നീ എന്നെ സഹായിച്ചില്ലല്ലേ. നീ ഒരു പ്രൊഫഷണൽ ഹാക്കറാണെന്ന കാര്യം ഞാൻ DCPയോട് പറയും. നീ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കരുതിട്ടാ. ഇപ്പം ഞാൻ നിന്നെ സഹായിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഞാൻ നിനക്കൊരു ലിങ്ക് അയച്ചു തരാം, അതിൽ കയറി കോൾ ചെയ്താൽ മതി. നമ്പരോ വോയിസോ ലൊക്കേഷനോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. താങ്ക് യുടാ, താങ്ക് യു. ഞാൻ വെക്കട്ടെ? വെക്കാൻ വരട്ടെ. നീ ആരെയാ വിളിക്കാൻ പോന്നെ? DCPയെ. അത് കേട്ടതും വിനു ഞെട്ടി. അടുത്ത നിമിഷം കോൾ കട്ടാവുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞതും വിനു ഒരു ലിങ്ക് അയച്ചു. അതുവഴി ദിശ അഗസ്ത്യയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. അഗസ്ത്യ സ്റ്റേഷനിൽ ഫയൽ ചെക്ക് ചെയ്യാണ്. അന്നേരമാണ് ഒരു കോൾ വരുന്നത്. കോൾ എടുത്തതും ഒരു സ്ത്രീയുടെ നിലവിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അയ്യോ അയ്യാ, കാപ്പാത്തും കൊയ്യാ, എൻ കുഴന്തകൾക്ക് അപ്പയില്ലാതായിടുവേ, കാപ്പാത്തും കൊയ്യാ, ഞങ്ങൾ പാവങ്ങളാണേ. ആരാ നിങ്ങൾ? എന്താ നിങ്ങൾ എന്തിനെങ്ങനെ കരയുന്നത്? അയ്യാ, ഞാൻ നെല്ലിയോട്ട് ഗ്രാമത്തിൽ നിന്നുവാ പേസണേ. അയ്യാ, ഇൻ്റെ പുലി ഇറങ്ങി. അയ്യാ, പെരിയ പുലി. ദൈവമേ, ഇതേത് യൂണിവേഴ്സ്? എന്ത് ഭാഷയായത്? അവൻ ചിന്തിച്ചു. അല്ല, ഇതിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അധികൃതരെ വിവരം അറിയിക്കുക, അവർ വേണ്ടത് ചെയ്തോളും. അയ്യയ്യോ, അപ്പടിയൊന്നും സൊല്ലാതയ്യാ, പുലി എങ്ങളെ കടിച്ചു കീറും. അയ്യാ, എങ്ങൾക്ക് എന്നെ ഉയരുതാ മുഖ്യം. ശരി ശരി, പുലിയെ പിടിക്കും വരെ നിങ്ങൾ ജാഗ്രതയോടെ ഇരുന്നാൽ മതി. ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. അത് മുടിയാതയ്യാ, താങ്കൾ വേലയ്ക്ക് പോക വേണ്ടും. എൻ കണവർ, എൻ പുരുഷൻ മുത്തുചാമി ഇന്നലെ നൈറ്റ് വേല കഴിഞ്ഞ് തിരുമ്പി വരുമ്പോൾ മുന്നാടി ഒരു പെരിയ പുലി. എൻ മുത്തുവണ്ണൻ ഓടടാ ഓട്ടം. അയ്യാ, എൻ കുഴന്തകളുടെ ഭാഗ്യം, എൻ മുത്തുവണ്ണൻ സത്തുപോയില്ല. അയ്യാ, എൻ ചിന്ന കുഴന്തകൾ അഞ്ചു ചിഞ്ചു, അവർക്ക് അപ്പയെ ഉയരോടെ വേണം. അയ്യാ, അതുതാൻ എന്നെ ആസേ. തമിഴ് കേട്ടിട്ട് അവന് ചിരിയും വരുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു. അയ്യാ, നീങ്ക ഒരു പെരിയ പോലീസ് ഓഫീസർ, നീങ്ക പോലീസ് ഫോഴ്സുമായി വന്നു ഇന്ന് നൈറ്റ് മുഴുവൻ ഇവിടെ പ്രൊട്ടക്ഷൻ തരണം. ഇല്ലണ്ടാ, എൻ കണവർ, എൻ മുത്തുവണ്ണൻ, എൻ കുഴന്തകളുടെ അപ്പ സത്തു പോവേ. എങ്ങൾക്ക് വേറെ ആരും ഇല്ലേ? എങ്ങളെ കാപ്പാത്തും അയ്യാ. ശരി, ഞാൻ വേണ്ടത് ചെയ്തോളാം. നിങ്ങൾ കരയാതിരിക്കൂ. അല്ല, എന്താ നിങ്ങളുടെ പേര്? തൃഷ. ഓക്കെ ദിഷ് തൃഷ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അയ്യാ, ദിഷ് തൃഷ അല്ലേ? എൻ പേര് തൃഷ, അവളുതാ. ഏനപ്പാ പെരിയ തൃഷ ഫാൻ, അതിനാ എനിക്ക് അന്ത പേര് നൽകി. ஆனால் நான் தான் സാമക്കാരുടെ പെരിയ ഫാൻ. സാമന്താ എന്നെ ഒരു അഴകാൻ ആക്ട്രസ്. പുലിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചവനാണ് സാമന്തയെ പൊക്കിയടിക്കുന്നത്. അഗസ്ത്യ മനസ്സിൽ പറഞ്ഞു. അതൊക്കെ പോട്ടെ, ആക്ച്വലി നിങ്ങൾ മലയാളിയോ അതോ? അയ്യാ, എന്നമ്മ മലയാളി, അപ്പ തമിഴാളി,
ഞാനൊരു ബീഡി തൊഴിലാളി. ഇവളെന്താ പിക്കപ്പ് ലൈന് പറഞ്ഞ് കളിക്കുക? അഗസ്ത്യ ചിന്തിച്ചു. വേണ്ടത് ചെയ്തോളാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യാ, നിങ്ങൾ എനിക്ക് കടവുൾ മാതിരി. ഇന്ന് നൈറ്റ് മുഴുവൻ നിങ്ങൾ വന്ന് പ്രൊട്ടക്ഷൻ തരണം. അയ്യാ, ഞങ്ങളെ കാപ്പാത്തുക അയ്യാ. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ കോൾ അവസാനിപ്പിച്ചു. അല്ല, ഞാനിവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? അവളുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ പുലി പിടുത്തക്കാരനാണെന്ന്. അല്ല, ഇവൾക്കെന്താ ഇന്ന് രാത്രി മുഴുവൻ എന്നെ അവിടെ നിർത്തണമെന്ന് അത്ര നിർബന്ധം? ശരിക്കും ആരവള്? അന്നേരം അവനെ അവൾ പേര് പറയാൻ വേണ്ടി തപ്പിത്തടഞ്ഞെന്ന് ഓർമ്മ വന്നു. ദിശ. അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. ചുമ്മാതല ഇമാതിരി തമിഴ്. നിന്നെ കൊണ്ട് തോറ്റല്ലോ പെണ്ണെ. എന്നാലും ഇതേത് നമ്പർ? മോളെ ദിഷ്തൃഷേ, നിന്റെ മുത്തുചാമി എണ്ണം വരുന്നുണ്ട്, മോള് റെഡിയായി നിന്നോ എന്നും പറഞ്ഞ് ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ചു. അവൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ താങ്കൾ വിളിച്ച നമ്പർ പരിശോധിക്കുക എന്ന് മറുപടി ലഭിച്ചു. അവൻ അപ്പോൾ തന്നെ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. സമയം രാത്രി 9 മണി. അഗസ്ത്യയും ആര്യനും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഹൈവേയിൽ ചെക്കിംഗ് നടത്തുന്നുണ്ട്. സംശയാസ്പദമായ വണ്ടികളൊക്കെയും പരിശോധിക്കുകയാണ്. അതിനിടയിൽ ഇരുവരും സംസാരിക്കുന്നുണ്ട്. സാർ, ആ ഷാലിന് ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ? വരട്ടടോ, നോക്കാം. ഒരു കാരണവശാലും അവൾ രക്ഷപ്പെടരുത്. എടോ, അവർ പറഞ്ഞ വണ്ടി കാണുന്നില്ലല്ലോ. ഇനിയും നമ്മളിവിടെ നിന്നൊരു കാര്യമുണ്ടെന്ന് തോന്നില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് എ റോങ് ഇൻഫർമേഷൻ. സാർ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്നാൽ പിന്നെ നമ്മളിവിടെ ഉറക്കം കളഞ്ഞ് കുത്തിയിരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് പോവാമെന്നും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ നേരം ഒരു കാർ സ്പീഡിൽ വന്ന് അഗസ്ത്യയെ ഇടിക്കാനൊരുങ്ങവേ ആര്യൻ അഗസ്ത്യയെ പിടിച്ചു തള്ളി. അവൻ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് വീഴുകയാണ്. ആര്യൻ, ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യ്, അഗസ്ത്യ വിളിച്ചു പറഞ്ഞു. എന്നാൽ അതിനു മുന്നേ ആ കാർ അവിടെ നിന്ന് പോയിരുന്നു. ആര്യൻ അഗസ്ത്യയെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ നെറ്റി ചെറുതായി പൊട്ടിയിരുന്നു. സാർ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലെന്നാണ് തോന്നുന്നത്. അഗസ്ത്യ തൻ്റെ യൂണിഫോമിലെ പൊടി തട്ടിക്കൊണ്ട് പറഞ്ഞു. മുറിവ് ഡ്രസ് ചെയ്യാൻ വേണ്ടി അഗസ്ത്യ ആര്യൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ചെന്നു. നെറ്റിയിലെ ചെറിയ മുറിവൊഴികെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനിടയിലാണ് അവൻ്റെ മനസ്സിൽ ചെറിയ കുരുട്ടുബുദ്ധി ഉദിക്കുന്നത്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ക്വാറിയോട് ചേർന്നുള്ള വെള്ളക്കെട്ടിലേക്ക് 2 പേര് ചേർന്ന് ഒരു ചാക്കിൽ കെട്ടിയ ഒരു മൃതദേഹം വലിച്ചെറിഞ്ഞു. ആര്യൻ്റെ കൂടെയാണ് അഗസ്ത്യ വീട്ടിലെത്തിയത്. ഒടിഞ്ഞ കൈയുമായി വരുന്ന അഗസ്ത്യയെ കണ്ട് ദിശയടക്കം എല്ലാവരും ഞെട്ടലോടെ നോക്കി നിന്നു. അമ്മയും അച്ചമ്മയും ഒക്കെയും അഗസ്ത്യയുടെ അരികിൽ ചെന്ന് കരച്ചിലും പിഴിച്ചിലും ഒക്കെയായി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ദിശയ്ക്കാവട്ടെ കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥ. ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് ഗോവിന്ദ. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഒരു പക്ഷേ ഭർത്താവിൻ്റെ കൈയൊടിഞ്ഞ് സന്തോഷിക്കുന്ന ഏക ഭാര്യ താനായിരിക്കും. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നല്ല വേദനിക്കുന്നുണ്ടാവും എന്നോർത്ത് അവൾക്ക് നല്ല സങ്കടമുണ്ട്. ദിശ ഓരോന്ന് ചിന്തിക്കുകയാണ്. അഗസ്ത്യ അന്നേരം അവളുടെ മുഖത്തേക്ക് നോക്കി. ഓ, എൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കുമായിരിക്കും, നിനക്ക് കാണിച്ചു തരാടി എന്നും മനസ്സിൽ പറഞ്ഞ അവൻ ദിശയുടെ അരികിലേക്ക് നടന്നു. ദിശ, എന്നെ ഒന്ന് മുറിയിലാക്കിക്കേ എന്നവൻ പറഞ്ഞപ്പോൾ അതിന് കാലല്ലല്ലോ ഒടിഞ്ഞത്, കയ്യല്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായാലും ആ അവസരത്തിൽ ചോദിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി ചോദിച്ചില്ല. അവൾ അവനെയും കൊണ്ട് മുറിയിൽ ചെന്നു. നല്ല വേദനയുണ്ടോ സച്ചുവേട്ടാ? ദിശ ചോദിച്ചു. പിന്നല്ലാതെ നല്ല വേദനയാണ്. ഈ ഡ്രസ്സ് മാറാൻ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓ, അതിനെന്താ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ യൂണിഫോമിൻ്റെ ബെൽറ്റ് അഴിച്ചെടുത്തു. ശേഷം ഷർട്ട് പുറത്തിട്ടു. ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ അഴിക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. അതവൾ കാണുകയും ചെയ്തു. കൈയൊടിഞ്ഞാലും ഇയാൾക്ക് റൊമാൻസ് മുഖ്യം. ഹോ, പ്രത്യേക തരം ജന്മം, ദിശ മനസ്സിൽ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് മുടങ്ങിയത് നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ? അഗസ്ത്യ ഉള്ളിലെ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ, അതെ, ഉണ്ടുണ്ട്, നല്ല സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ സച്ചുവേട്ടൻ്റെ കൈയൊക്കെ നേരെയായി. പതുക്കെ മതി. 6 മാസമൊക്കെ എടുക്കായിരിക്കുമല്ലേ? പിന്നെ ചിലപ്പോൾ 1 വർഷം തന്നെ എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ല, നമ്മുടെ കരാർ പ്രകാരം 50 കേസ് പെൻഡിങ്ങിലാണ്. ഞാൻ ഇത്രയും നേരം ഇല്ലാത്തതിനാ പകുതി ഇന്നും ബാക്കി പകുതി നാളെയും തന്നാൽ മതി. അപ്പോൾ ഈ ഉമ്മറിന് ഉമ്മയാണ് മുഖ്യം, ദിശ പതുക്കെ പറഞ്ഞു. അവൾ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ആ പാൻറ് ഊരാൻ ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ? അയ്യോ, അതും ഞാൻ ഊരണോ? പിന്നല്ലാതെ, എനിക്ക് കൈക്ക് വയ്യല്ലോ. അത് കഴിഞ്ഞ് എനിക്കൊന്ന് വിശാലമായി കുളിക്കണം. അതും ഞാൻ? ദിശ അത്ര മാത്രമേ ചോദിച്ചുള്ളൂ. യെസ്, അതും കടമ പൊണ്ടാട്ടി. യുനോ ദിശ, ഞാൻ ഒന്ന് കണവർ. അതും പറഞ്ഞ് അവനവളുടെ കവിളിൽ ചുംബിച്ചു. ദൈവമേ, ഇങ്ങനെ കുത്തിപ്പറയുന്നത് പോലെ ഉണ്ടല്ലോ എന്നും മനസ്സിൽ പറഞ്ഞു. അവൾ അവനെ നോക്കി. അന്നേരം അവൻ പുരുകം പൊക്കി. അവൾ ഒന്നുമില്ലെന്ന പോലെ ചുമൽ കൂച്ചി. അല്ല സച്ചുവേട്ടാ, എങ്ങനെയാ കൈ ഒടിഞ്ഞേ? അത് പിന്നെ വരുന്ന വഴിയിൽ ഒരു പെരിയ. അഗസ്ത്യ അത്രയും പറഞ്ഞ് നിർത്തി ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി. പെരിയ? അവൾ വല്ലാത്ത ഭാഗത്ത് ചോദിച്ചു. പെരിയ പട്ടി കുറുകെ ചാടി, അങ്ങനെ പറ്റിയതാ. ഓ,
ഓ, ഞാനാകെ പേടിച്ചു. അല്ല സച്ചുവേട്ടാ, ഇതെന്താ സംസാരത്തിനൊരു തമിഴ് ചുവ? അത് പിന്നെ സ്റ്റേഷനിൽ പുതിയൊരു SI ചാർജ് എടുത്തു, മുത്തുച്ചാമി. അമ്മ മലയാളി, അപ്പ തമിഴാളി, അയാളൊരു ബംഗാളി. ഇത്രയും പറഞ്ഞത് ദിശയ്ക്ക് കത്തി. ഈശ്വരാ, ഞാൻ പെട്ടു. ഇത് അത് തന്നെ DCP കുത്തി പറയുക. നേരത്തെ വിളിച്ചത് അപ്പോൾ ഞാനാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഈ സംസാരിക്കുന്നത്. ഇങ്ങോട്ടോ മേഘൽ നട്ടി എന്തോ ആലോചിക്കുന്നവളുടെ കഴുത്തിൽ അവൻ മുഖമുരസി. ഹണി, വാട്ട് ഹാപ്പൻഡ്? ഈ പാൻറ് അത് അഴിച്ചിരുന്നേലേ, നമുക്ക് കുളിക്കായിരുന്നു. അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞതും ദിശ അവനെ നോക്കി. അടുത്ത നിമിഷം അവൾ അവൻ്റെ കൈയെടുത്ത് തൻ്റെ പാൻറ്റിൻ്റെ സിബിൽ എടുത്തു വെച്ചതും അവളുടെ ഹൃദയം പെരുമ്പറ മുഴക്കി. അവൾ തൻ്റെ കണ്ണുകൾ ഇറകെ പൊട്ടി സിബിൽ പിടിമുറുക്കി.